ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് എൻ്റെ അമ്മാമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. മിക്കു ദേ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ അമ്മാമ്മയുടെ വീട്ടിൽ പോണ വഴി കേട്ടോ. നല്ല ദൂരമുണ്ട്. ദൂരമെന്ന് വെച്ചാൽ നമ്മുടെ വീടങ്ങ് തോന്നയ്ക്കലാണ്. അവിടെ നിന്ന് ഇതുവരെ വരാനാണെങ്കിൽ നല്ല ദൂരമുണ്ട്. അത് പറയാതിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ മിക്കൂസ് ദേ മിക്കുവിൻ്റെ ഫ്രണ്ട് ഇരിക്കണമെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദേ ഇതാണ് നമ്മൾ പോകുന്ന വഴി കേട്ടോ. ഞാനിങ്ങനെ ചിരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അച്ഛൻ പെട്ടെന്ന് എന്നെ കൊണ്ടാക്കുന്നു. അച്ഛൻ നമ്മളെവിടെ കൊണ്ടാക്കിയിട്ട് അച്ഛൻ അങ്ങ് പോകും കേട്ടോ. അങ്ങനെ ദേ ഇവിടെ പണിക്കാരൊക്കെ നിർത്തി പണിയൊക്കെ ചെയ്യുകയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ അമ്മാമ്മയുടെ വീട്. ദേ ഇതാണ് നമ്മുടെ അമ്മാമ്മയുടെ വീട്. ഇതാണ് കേട്ടോ നമ്മുടെ അമ്മാമ്മയുടെ വീട്. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഇന്നമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നമ്മ നമ്മൾ പെട്ടെന്ന് കതക് തുറന്നു. ഞാൻ അങ്ങ് കയറി ചെന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ അങ്ങ് കയറി ചെന്നു. ഇപ്പോൾ അമ്മയാണ് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇത് കണ്ടോ, ഇത്ര ചെടികളാണല്ലേ. എൻ്റെ അമ്മാമ്മ ഇത്രത്തോളം ചെടികളാണ് പിടിപ്പിച്ച് വച്ചേക്കുന്നത്. കുറേ ചെടികളുണ്ട് കേട്ടോ. ഇത് മൊസാണ്ടയെ കൊണ്ട് ഇഷ്ടം പോലെ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. മൊസാണ്ട. ഇതാണ് നമ്മുടെ അമ്മാമ്മയുടെ വീട് കേട്ടോ. എൻ്റെ അമ്മയും എൻ്റെ ഇന്നമ്മയുടെയൊക്കെ വീടാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ചെടികൾ പരിചയപ്പെടാം. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ വീട്ടിലുള്ള ചെടിയാണ് കേട്ടോ. ഇത് ഇവിടെ നിന്നാണ് നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ അടുത്തത് ഇത് കണ്ടോ, ഇത് എന്ത് ചെടിയാണ്? മഞ്ഞളാണ് കേട്ടോ. ഇത് മഞ്ഞള്. ഇത് നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ട് മഞ്ഞള്. അപ്പോൾ അടുത്തത് ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞൊരു പൂവാണ്. ഇത് നമ്മളെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ചെടി. അല്ലേ, ഇവിടെ നമ്മളൊരു തൈ കൊണ്ട് ചെന്നായിരുന്നു വീട്ടിലോട്ട് കേട്ടോ. കണ്ടോ, ഇത് പിങ്കാണ്. ഇവിടെ വൈറ്റ് ഉണ്ടോയെന്ന് നമുക്ക് നോക്കാവേ. വൈറ്റ് ഇല്ല കേട്ടോ ഇവിടെ. പിന്നെ ഇതേ അങ്ങാണ് ഇനി റോസ കേട്ടോ. പട്ട് റോസ. ചില ദിവസങ്ങളിലാണ് ബട്ടർഫ്ലൈ. ഈ ചെടി എന്ന് പറയുന്നത് നിത്യവഴുതനയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ആ ചെടിയുടെ പൂവ്. ഇതിൽ നിന്നാണ് കാ ഉണ്ടാകുന്നത്. ഒന്നുണ്ടല്ലോ, ഇതാണ് കേട്ടോ അക്ക. നിത്യവഴുതന നമ്മൾ പറിച്ച് കഴിച്ചിട്ട് ഇത് തോരൻ. എന്താണ് മക്കളെ? ഓടി. അതാണ് എൻ്റെ അനിയൻ കേട്ടോ. ഞാൻ പിന്നീട് കാണിച്ചു തരാം. അവൻ്റെ മുഖം കണ്ടില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പിച്ചിയാണ്. ഓക്കെ, ഇത് നമ്മുടെ പിച്ചിപ്പൂവാണ് കേട്ടോ. പിച്ചി. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നിത്യവഴുതനങ്ങയാണ് കേട്ടോ. ഇത് നിത്യവഴുതനങ്ങ. ഇത് നമ്മുടെ അമ്മാമ്മയുടെ വീട്ടിൽ തോരൻ വയ്ക്കാൻ എടുക്കും, കറി വയ്ക്കാൻ എന്തിനു വേണം നമ്മൾ എടുക്കും കേട്ടോ. പിച്ചിയാണ് ഇവിടുത്തെ വീട്. നമ്മൾ താഴെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ ചക്കയുടെ അവിടുത്തെ, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ സ്ഥലം. ഇത് നമ്മുടെ മുകളിലാണ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ തെച്ചിപ്പൂവുണ്ട്. നമ്മളവിടെ തെച്ചിയില്ല കേട്ടോ. തെച്ചിപ്പൂവാണത്. ഇത് ചെമ്പരത്തിയാണ് കേട്ടോ. ചുമന്ന ചെമ്പരത്തിയാണ്. അപ്പോഴത്തും ഉണ്ട്. ഇവിടെയാണ് ഒരു സാധനം, മൊസാണ്ട ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല മരം പോലെ പിടിച്ചിരിക്കുകയാണ്. നമ്മളെ വീട്ടിൽ ഇതിൻ്റെ തൈയില്ല. ഇവിടെ ഉള്ളത് നമ്മുടെ ശംഖുപുഷ്പമാണ്. നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു. ഇത് ശംഖുപുഷ്പമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മാവിൻ്റെ ഇല പിടിച്ചിരിക്കുകയാണ്. മാവ് ഇവിടെ നട്ടായിരുന്നു. മാവും ഉണ്ട്. ഇത് നമ്മുടെ അമ്മാമ്മ കോഴിയെ കൊണ്ടുപോകാനായിട്ട് നിർത്തി വയ്ക്കുന്ന ഒരു പൂവാണ്, വെള്ളപ്പൂ. അപ്പോൾ പുറകു സൈഡൊക്കെ അപ്പൂപ്പൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയാക്കിയാണ് അപ്പൂപ്പൻ പുറകു സൈഡൊക്കെ ഇട്ടയക്കുന്നത്, കാടൊക്കെ മാറ്റി. അപ്പോൾ ഇത് നമ്മുടെ പട്ട് റോസയാണ്. പിന്നെ ഒരു കാര്യം കണ്ടേ, റംബൂട്ടാൻ. എൻ്റെ വീട്ടിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ റംബൂട്ടാൻ. ആ റംബൂട്ടാനാണ് ഇത്. ഇത് പുഴു കടിച്ചുകൊണ്ടാണ്, കുഞ്ഞു കുഞ്ഞു ഹോൾസ് അതിൽ വന്നിരിക്കുന്ന പുഴു കടിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്കും ഞാൻ പുറകിലോട്ട് പോയി ഇത്തിരി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇത്തിരി മുള്ള പിടിച്ച ഒരു ചെടിയാണ്. അത് മുൾച്ചെടിയല്ല, വേറെന്തൊരു ചെടിയുണ്ട് കേട്ടോ, അതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രാമൻ അവിടെ നിന്ന് ഓടി വരികയാണ്. അവിടെ നിന്ന് ചാടി അവൻ ഇങ്ങ് വരികയാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരികയാണ്. വന്നിട്ട് അവൻ ചോദിക്കുകയാണ്, എൻ്റെ അമ്മ എവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഓക്കെ, മക്കൾ പറഞ്ഞോ. ഇവിടെ ശരിക്കും വാഴയുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വാഴയൊക്കെ ചില സമയം പഠിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ നാടൻ വാഴയാണ്. തുളസിയാണ്. തുളസി നമ്മളെ ഇഷ്ടം
ഇഷ്ടം പോലെ തയ്യുണ്ട്. കാലൊക്കെ മുറിയുമ്പോഴൊക്കെ എടുക്കാനുള്ളതാണ്. യെസ്. പിന്നെ ഇത് കണ്ടോ, തടിയൊക്കെ ഇവിടെ അടുക്കി വെച്ചേക്ക്. നമ്മുടെ ഇന്നമ്മയൊക്കെ ഒരു ദിവസം എവിടെയോ പോയപ്പോ കൊണ്ടുവന്നൊരു തയ്യാണ് കേട്ടോ. ഇത് ഇവിടെ പടത്ത് വിട്ടേക്കാണ് ഇങ്ങനെ. കണ്ടോ, ഇത് പിടിച്ചില്ല, പടത്ത് വിട്ടേക്കാണ്. മുന്തിരിയുടെ തയ്യാണ് കേട്ടോ ഇത്. ഇങ്ങനെ പടത്ത് എന്താണ് അമ്മയുടെ വളരെ ഇഷ്ടം പോലെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ചക്കയാണ് ഇത് കേട്ടോ. ഓ ഞാൻ പറ എന്റെ കുഞ്ഞനിയന്റെ കുസൃതികളാണ് കേട്ടോ ഇതൊക്കെ. നമ്മുടെ ഒരു മാവാണ് കേട്ടോ. ഇതിന് പിടിച്ച് ഞാൻ പണ്ട് ഇതിന്റെ മണ്ടേ കയറി നിൽക്കും കേട്ടോ. ഈ കമ്പിയില് ഇതിന്റെ മണ്ടേ അപ്പൂപ്പനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അപ്പൂപ്പനെ ആ കൊതുവിലൊക്കെ ഞാൻ വലിച്ചോണ്ട് ഇവിടെ വന്ന് നിർത്തിയിട്ട് ഞാൻ ഇതിന്റെ മണ്ടേ കയറി നിൽക്കും കേട്ടോ. അതാണ് എന്റെ സ്വഭാവം. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഇതിൽ നമുക്ക് മാങ്ങ കിട്ടി. മാങ്ങ തന്ന എൻ്റെ മാവിന് ഉമ്മ കേട്ടോ, എൻ്റെ ഉമ്മ ഞാൻ നൽകും. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു മാവിന് എനിക്ക് മാങ്ങ കിട്ടിയത്. നമ്മുടെ കൂട്ടുകാരനാണ് കേട്ടോ. കുഞ്ഞ് പപ്പായയുടെ ചെടിയാണ്. ഇതിൽ പപ്പായ വന്നില്ല. അയ്യോ മണ്ടേ കേറല്ലേ, തുടിഞ്ഞോ ചേച്ചി? എന്താണ് ഞാനും ഉണ്ട്. ഇവിടെയും ഒരു വാഴയുണ്ട് കേട്ടോ. കണ്ടോ? പിന്നെ അത് കണ്ടോ, നമുക്ക് അവിടെ കാ നിൽക്കുകയാണ് കേട്ടോ ഒരു കൊലയില്. ഇവിടെ കൂടുതലുള്ള ഒരു ഐറ്റമാണ് വാഴ. പിന്നെ ഞങ്ങളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ വീട്ടിലെ കാര്യം കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്ന് എടുക്കുകയാണ് കേട്ടോ. എടുക്കുന്നത് ഞാൻ എൻ്റെ ഇന്നമ്മയത്തെ നിർബന്ധിച്ച് വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നമ്മയും വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളുടെ പേരയ്ക്കയാണ് കേട്ടോ. പേരയ്ക്ക എൻ്റെ വീട്ടിലത്തെ ഒരു ഇനമാണ്. കുഞ്ഞ് പേരയ്ക്കയാണ് ഇവിടെ പിടിച്ചത്. അപ്പുറത്ത് ചെമ്പരന്തീൻ്റെ ഇവിടെ വലിയ പേരയ്ക്കയുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾ കണ്ടത് പുളിഞ്ചിയാണ് കേട്ടോ, പുളിഞ്ചിക്ക. അപ്പോൾ രാമൻ ഇത് കണ്ടപ്പോൾ രാമൻ ഇത് പറിച്ചു കൊടുക്കാൻ പറയുകയാണ്. അമ്മാമ്മ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, പറിച്ചു കൊടുത്തേരെ, കൊച്ചല്ലേ, ഇത് തോരൻ വയ്ക്കാനോ എന്തിനെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പറിച്ചു കൊടുക്കുകയാണ്. രാമൻ ഇങ്ങോട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. എനിക്ക് ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി രണ്ടും കൊച്ചു കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ രാമന് പറിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ രാമൻ്റെ കയ്യിൽ നമ്മൾ പറിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത്തി കഴിഞ്ഞിട്ട് രാമൻ തന്നെ നമുക്ക് തന്നു കേട്ടോ. നമുക്ക് അവന് വേണ്ടെന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു തന്നു. അങ്ങനെ നമ്മുടെ കുട്ടിപ്പാട്ടാളങ്ങളൊക്കെ നടന്ന് ഇങ്ങനെ വരികയാണ്. ഇന്നമ്മേ രാമനൊക്കെ വരുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം, ഞങ്ങൾ രണ്ടുപേരൊക്കെ കളിച്ചും 3 പേരും കൂടെ കളിച്ചും ചിരിച്ചൊക്കെ നടക്കും. അതൊക്കെ എൻ്റെ ഒരു ഹാപ്പിയാണ്. ഞാൻ അച്ഛനെ കുറേ കാല് പിടിച്ച് ഒന്നും കൊണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ട് അച്ഛൻ കൊണ്ടാക്കിയതാണ് നമ്മളെവിടെ. എനിക്കിന്ന് സ്കൂൾ അവധിയാണ് കേട്ടോ. അങ്ങനെ ഞാനിവിടെ കൊണ്ടാക്കിയതാണ് എന്നെ. അങ്ങനെ നമ്മൾ ഇനി ഇത്തിരി കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അത് പുളിഞ്ചിയാണ്. പിന്നെ ഇത് ചേനയും ഇത് ചേമ്പുമാണ് കേട്ടോ. ചേമ്പ് ഞങ്ങളെ വീട്ടിൽ ഇത് ചേനയാണ് കേട്ടോ, അത് ചേമ്പും. പിന്നെ നമ്മുടെ ഇനിയൊരു കാര്യം നമുക്ക് കാണണ്ടേ, താഴെ കണ്ടോ, ഇവിടെ ഒരു മത്തങ്ങ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലൊരു പച്ച മത്തങ്ങ ആയിട്ടുണ്ട്. നല്ല മത്തങ്ങ, സൂപ്പർ, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റുമാണ്. എൻ്റെ അമ്മാമ്മയ്ക്ക് ഇവിടെ നിന്ന് ഒരു ദിവസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ ചെയ്തുകൊണ്ട് ഇന്നപ്പോഴാണ് നമ്മുടെ മിക്കു ഇതേ മരത്തിൽ കയറുന്നത്. ഇവിടെ മത്തം പിടിച്ചിട്ടുണ്ട്, ഒന്ന് മരത്തിൽ പിടിച്ച് കിടക്കുന്നതും ഇത് താഴെ പിടിച്ചതുമാണ്. ഇത് റൗണ്ട് മറ്റത് നീല മത്തങ്ങയാണ്. ഇതിൽ നിന്ന് കുറേ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് ചെറുതായിപ്പോയി. 3-4 നമുക്ക് വലിയ മത്തനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ചെറുതായിപ്പോയി കേട്ടോ. അപ്പം കേട്ടോ ഇത്, അപ്പോൾ അത് ചെറുതാണ്, മറ്റതൊക്കെ നല്ല വലുതായിരുന്നു കേട്ടോ. ഇനി ഇവിടെ ഒരു തോടുണ്ട്, നമുക്ക് നല്ല തോടാണ് കേട്ടോ. ഇതിപ്പം വെള്ളമൊന്നും ഇല്ല, പണ്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇവിടേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് വാഴയാണ് കേട്ടോ. 8-9 കൊലയുണ്ട്. എൻ്റെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അനിയൻ ഓടുകയാണ് കേട്ടോ.
എന്റെ രാമനെ പണ്ടി പോലെ എന്റെ അരിയത്തി ഇവിടെ ഓടിക്കൊണ്ടിറങ്ങാണ്. ഇത് മതിൽ പിടിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ, ഒരു ടൈപ്പ് ചെടി. ഇത് നമ്മുടെ വീട്ടിലും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ മൊസാണ്ട, ഒരു ടൈപ്പ് മൊസാണ്ടയാണ് കേട്ടോ. ഇത് നമ്മുടെ വെള്ള ജമന്തിയാണ് കേട്ടോ. അമ്മാമ്മയുടെ വീട്ടിൽ ഉണ്ട് വെള്ള ജമന്തി. ഞാൻ ഇപ്പുറത്ത് വന്നു. പിന്നെ ഇവിടെയും പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത്തിരി മത്തൻ. പിന്നെ ഈ പച്ചി പിടിച്ച് നിൽക്കുന്നത് ഇത് അപ്പൂപ്പൻ കൊണ്ടുവന്ന് നട്ടയാണ്. നമ്മുടെ വീട്ടിലും ഇത് നട്ട ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു ഇന്നാൾ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ, അതാണിത്. പിന്നെ ഇത് നമ്മുടെ അവിടെ ഇത് ഇൻഡോറിലും വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. അങ്ങനെ നമ്മുടെ ഇനി ഇവിടെ കുറേ ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാണിച്ചു തരാം. അവിടെ നിൽക്കുന്ന മിക്ക ചെടികളും ഇവിടെ നിന്ന് കൊണ്ടുപോയ തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ അഡീനിയ, ഇത് നമ്മുടെ മല്ലിപ്പൂവാണ്, അതായത് ജമന്തി കേട്ടോ. ഇത് നമ്മുടെ മല്ലിപ്പൂ. ഇത് നിശാഗന്ധിയാണ് കേട്ടോ, അതായത് രാത്രി മാത്രം പൂക്കുന്ന ഒരു പൂവാണ്. പണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു തയ്യേ ഉള്ളു കേട്ടോ. അടുത്തത് നമ്മുടെ ഇതും നല്ല അലങ്കാര ഒരു ചെടിയുണ്ട് കേട്ടോ. അത് ശരിക്കും പിടിച്ച് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ചെടി. ഇത് കണ്ടോ, ആ ചട്ടി നിറച്ച് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് വീഡിയോയിലായതുകൊണ്ടാണ് ഇത്രയും കാണാൻ പറ്റുന്ന. നമ്മുടെ ഒരു തെങ്ങിന് ചുറ്റും ഇവിടെ ചെടികൾ അമ്മാമ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം കണ്ടോ, ഈ ഒരു കുടത്തിനകത്ത് ഇത് അമ്മാമ പൊങ്കാല ഇടാൻ പോയപ്പോഴത്തേക്കും കൊണ്ടുവന്ന ഒരു ഇതാണ്. 5 കുടമാണ്. അതിനകത്ത് നിറച്ച് അമ്മാമ ചെടി വെച്ചിട്ടുണ്ട്. അത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ മിക്കു ആ കുതിരയുടെയൊക്കെ മണ്ടയിൽ കയറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ അമ്മാമ മുകളിൽ തൂക്കിയേക്കുന്ന നമ്മുടെ ചെടികളാണ്. അമ്മാമ പണ്ട് മുതലേ തൂക്കിയേക്കുന്ന ഒരു ചെടികളാണ് കേട്ടോ ഇതൊക്കെ. ഇത് നല്ല കളറുണ്ട് അല്ലേ, ചുമന്നയും ഗ്രീൻ കളറുമാണ്. അകത്തും ഉണ്ട്. ഇത് കണ്ടോ, അമ്മാമ ഒരു മരുന്നൊക്കെ വെച്ചിട്ടുണ്ട് ഈ ചെടികളിലൊക്കെ അടിക്കാൻ. അതാണ് ഇത്രയും മനോഹരമായിട്ട് ഇരിക്കുന്നത്. വെള്ളമൊക്കെ അമ്മാമ ഒഴിക്കും. ഇതുപോലത്തെ ഒരു ചെടി നമ്മളെ വീട്ടിലും ഇഷ്ടം പോലെ പിടിച്ച് നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട്. അതിലെ വെള്ളം ഒട്ടും കൊള്ളത്തില്ല. അതുകൊണ്ട് കുടിക്കാനൊന്നും നമ്മൾ എടുക്കത്തില്ല, കുളിക്കാനും എടുക്കത്തില്ല. നമ്മൾ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കാൻ അതിൽ നമ്മൾ എടുക്കാറുണ്ട്. സ്റ്റെപ്പിൻ്റെ സൈഡിൽ നിൽക്കുന്നതൊക്കെ ചെമ്പരത്തിയാണ് കേട്ടോ. പേരക്കയും ഉണ്ട്. ഇത് പുളിഞ്ചിയാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ടൈപ്പ് നെല്ലിക്കയാണ് കേട്ടോ. കുഞ്ഞു നെല്ലിക്കയാണ്. ഇത് ലവലോലിക്ക നെല്ലിക്കയാണ് കേട്ടോ. നെല്ലിയാണ് കേട്ടോ. രാമനെ പോലത്തെ നെല്ലിയാണ്. രാമനെ പോലത്തെ നെല്ലിയാണ്. ഇത് മുകളിലോട്ട് ശരിക്കുണ്ട് കേട്ടോ. എനിക്ക് എത്താത്തോണ്ടാണ് ഞാൻ പച്ച പറിച്ചത്. ഇത് കഴുകിട്ട് കഴിക്കാം കേട്ടോ. കുഴപ്പമില്ല, നാടനായതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാം. എന്താണ് കയ്പുണ്ട് ചെറുതായിട്ട്. ഇത് നമ്മുടെ റോഡ് സൈഡിലുള്ള മതിലിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെയും ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ചെടിയുണ്ട്. ഇവിടെ ഞാൻ അകത്ത് പറഞ്ഞതിൻ്റെ ഒരു ഇതാണ്. ഇത് ഈ പറ്റി കിടക്കുന്നുണ്ടോ, അത് ഞാൻ അകത്ത് പറഞ്ഞതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ പുറത്താണ് കേട്ടോ ഇത് പിടിച്ച് നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. നല്ല മഞ്ഞ കളറിലൊരു പൂവാണ് കേട്ടോ. ഇത് പിന്നെ ചുമന്നൊരു ഇലച്ചെടിയാണ് കേട്ടോ. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഞാൻ ഇവിടെ വരുമ്പോൾ ഇടാവേ. അതെല്ലാവരും ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ മൊസാണ്ട. ഞാൻ അകത്ത് നിന്ന് കാണിച്ച മൊസാണ്ടയാണ് കേട്ടോ. ഇത് നല്ല മൊസാണ്ടയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മൊസാണ്ട ചെടി. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഐ ലവ് യു.